ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ശരിയായ മുവഹിദുകളായി ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്ന് ഈ സമയത്ത് ഇങ്ങനെ MICR ക്ലാസ് റൂമിൽ മൈക്കെടുക്കാൻ മുന്നോട്ട് വന്നത് എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ദഅവത്ത് മുടക്കാനുള്ള കുരിശിലമായ ശ്രമങ്ങൾ ആസൂത്രണം ചെയ്ത് എല്ലാവിധ ഫിത്നയും കുത്തിത്തിരിപ്പും ഫസാദുമായി രംഗത്തിറങ്ങി അതെല്ലാം പരാജയപ്പെട്ട് മുജാഹിദുകളായ ആളുകൾ തങ്ങളുടെ സലഫി ആദർശ പ്രബോധനവുമായി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധമുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്താണ് പുതിയതായി ഒരു മാർഗദർശനം ഉണ്ടാക്കാൻ കഴിയുക എന്ന് കുറച്ച് നാളുകളായി കോക്കസുകാർ തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ പി കെ അഹമ്മദ് സാഹിബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വാടക പ്രഭാഷകരായ അനസ് മൗലവിയും അതേപോലെ അനീഫ് കായക്കുടിയും അവർ രണ്ടുപേരും ഇരുന്ന് കൂടിയാലോചിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു മതപ്രതിവാദ വ്യവസ്ഥ നാടകം എന്ന് തന്നെ പറയാവുന്ന ഒരു പുതിയ പ്ലാനുമായി യഥാർത്ഥത്തിൽ അവര് രംഗത്തിറങ്ങിയത് എന്നാണ് ഇന്നത്തെ രാവിലെ മുതലുള്ള ആ ചർച്ചകൾ ശ്രമിച്ച ഏതൊരാൾക്കും മനസ്സിലാവുക. എബ്ബാദാലിമി കൊല്ലങ്ങൾക്ക് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നുവെന്ന ഒരു അവകാശവാദവുമായി രംഗത്ത് വന്നപ്പോൾ അന്ന് നിസ്വാർത്ഥരായ മുജാഹിദുകൾ അത് വിശ്വസിക്കുകയും അങ്ങനെ പല വേദികളിൽ KNMന്റെയും KJUവിന്റെയും എല്ലാം ഔദ്യോഗികമായ സ്ഥാപനങ്ങളും വേദികളുമൊക്കെ അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകുകയും ചെയ്തു എന്നത് സത്യമാണ്. പക്ഷേ കഴിഞ്ഞ ഏതാനും കാലങ്ങളായി ദഅ്വാരംഗത്ത് സാന്നിധ്യമില്ലാതിരുന്ന അദ്ദേഹം ശാരീരികമായ പ്രയാസം കൊണ്ടായിരിക്കാം, പക്ഷെ അതിനുശേഷം പുതിയ ചില വാദങ്ങളുമായി അദ്ദേഹം രംഗത്ത് വരുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ആദ്യകാലങ്ങളിൽ അദ്ദേഹം തൗഹീദ് മനസ്സിലാക്കി കടന്നു വന്നുവെന്ന് തെറ്റിദ്ധരിച്ച് അന്ന് അദ്ദേഹത്തെ കൊണ്ടു നടക്കാൻ ഈ പറയുന്ന അനീഫ് കായക്കുടിയും അതേപോലെ അനസ് മൗലവിയും എല്ലാവരും പരസ്പര മത്സരത്തോടു കൂടി ഉണ്ടായിരുന്നുവെന്നതാണല്ലോ സത്യം. മൂവാറ്റുപുഴയിൽ വെച്ച് അയാള് അഹ്സനിമാരുമായി സംവാദം നടത്തുകയും ആ സംവാദ ശേഷം അതിനെ പുകഴ്ത്തിയും പ്രശംസിച്ചും കൊണ്ട് ഈ പറയപ്പെടുന്ന ആളുകളൊക്കെയും വേദികളിൽ വന്ന് സംസാരിക്കുകയും ചെയ്തു എന്നുള്ളത് വസ്തുതയാണ്. അതേസമയം ഇപ്പൊ അടുത്ത കാലങ്ങളിലായി പുതിയ ചില വാദങ്ങളുമായി അദ്ദേഹം എപ്പോഴാണോ രംഗത്തിറങ്ങിയത് ആ നിമിഷം തന്നെ അതിന്റെ ശരിയായ വശങ്ങൾ എന്താണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമ്മളൊക്കെ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ വിവാദങ്ങളിൽ എവിടെ നിന്നുവെന്നോ ഏത് സ്റ്റേജിൽ കയറിയെന്നോ ഒന്നും പരിഗണിക്കാതെ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് ശരിയല്ലാത്ത ചില വാദങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ
കോക്കസുകാർ ആ സമയത്തും ചെയ്തത് നമ്മെ അടിക്കാൻ അതെങ്ങനെ വടിയാക്കാൻ പറ്റും എന്ന് ആലോചിക്കുകയായിരുന്നു. ജബ്ബാർ ആലിമി നാരികസ്വാത്തുമായി ബന്ധപ്പെട്ട പുതിയ ചില വെളിപ്പെടുത്തലുകൾ യഥാർത്ഥത്തിൽ 2010 അയാളത് പറഞ്ഞത് എന്നാണ് നമുക്ക് പിന്നീട് മനസ്സിലായത്. പക്ഷെ നമുക്കറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിൽ അങ്ങനെ ചില ജാഹിലിയത്തുകൾ, ചില ഖുറാഫാത്തുകൾ ബാക്കിയുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. 2010 ഇഷാൻ മാഹി എന്ന് പറയുന്ന ഒരു ഖുറാഫി അയാളെ കുറിച്ച് അന്ന് ഫോണിൽ അദ്ദേഹം സംസാരിച്ച് അത് റെക്കോർഡ് ചെയ്ത് വെച്ച സംഗതിയാണല്ലോ പിന്നീട് ഇപ്പോൾ ക്ലിപ്പായി പുറത്തു വന്നത്. അതും യഥാർത്ഥത്തിൽ ഈ കോക്കസുകാരും ഇഷാൻ മാഹിയും ഇദ്ദേഹവും എല്ലാമായി ഉള്ള എന്തോ ചില സ്വകാര്യ ഇടപാടുകളുടെ ഫലമാണ് എന്ന് ന്യായമായും ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 2010 ഈ ഫോൺ ക്ലിപ്പ് അന്ന് ജിഷാൻ പുറത്തുവിട്ടിരുന്നുവെങ്കിൽ തീർച്ചയായും മുജാഹിദ് ഒന്നടങ്കം തള്ളിക്കളയാൻ മുന്നോട്ട് വരുമായിരുന്നു. അന്നൊന്നും വിടാതെ ഇപ്പോൾ ഈ വിവാദമുണ്ടായപ്പോൾ നമ്മെ അടിക്കാൻ ഉപയോഗിക്കാം എന്നതുകൊണ്ട് മാത്രം അത് പുറത്തെടുക്കുകയും അങ്ങനെ അത് പുറത്തു വന്നപ്പോൾ ഖുറാഫികളല്ല യഥാർത്ഥത്തിൽ അതെടുത്ത് ആഘോഷമാക്കിയത്, മറിച്ച് ഈ കോക്കസുകാരായിരുന്നു. യഥാർത്ഥത്തിൽ അത്തരത്തിൽ സംഗതി കിട്ടിയാൽ ഏറ്റവും അധികം ആഘോഷിക്കേണ്ടത് ഖുറാഫികളാണല്ലോ. പക്ഷെ ഏറ്റവും ഈ കീഴ് വ്യത്യാസമില്ലാതെ ഖുറാഫികൾ അത് കാര്യമായി ആലോചിക്കാൻ, അത് ആഘോഷിക്കാൻ മുന്നോട്ട് വന്നില്ല എന്നുള്ളതും ഒരു സത്യമാണ്. അതേസമയം കോക്കസുകാര് അവരാണ് അത് ആഘോഷമാക്കുകയും നാസുസുലമെ പോലെ ആളുകൾ അത് പല സ്ഥലത്തും കൊണ്ടുനടന്ന് നമ്മെ അടിക്കാനുള്ള പടിയായി ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ നമ്മൾ വ്യക്തമായി പല വേദികളിലായി പറഞ്ഞു നമുക്കതിനോട് വിയോജിപ്പേ ഉള്ളൂ, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നാരികസ്വാത്ത് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാവുന്നതല്ല എന്ന് കൃത്യമായി നാം പറഞ്ഞു. അതിന്റെ വ്യത്യസ്ത വശങ്ങൾ നമ്മൾ പ്രത്യേകിച്ചു ആളുകളോട്. അതേസമയം നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ കൊണ്ടെടുക്കുന്ന നാരികസ്വാത്ത് അതിന്റെ കാര്യത്തിൽ രണ്ടാമത് ആലോചിക്കാൻ പോലുമില്ല, 100% ശിർക്ക് തന്നെയാണ് എന്ന് കാസർഗോഡ് മുഖാമുഖത്തിൽ വളരെ പച്ചയായി ഞാൻ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അതിനുശേഷം കഴിഞ്ഞ മാസം 20 മംഗലാപുരത്ത് വെച്ച് നടന്ന ഖുറാഫികളുമായുള്ള വാദപ്രതിവാദത്തിൽ ആ കുബൂരികളുടെ മുഖത്ത് നോക്കി നാം പ്രഖ്യാപിച്ചു നാരികസ്വാത്ത് ശിർക്ക് തന്നെ എന്ന് പച്ചയായി അവരുടെ മുഖത്ത് നോക്കി പ്രഖ്യാപിക്കുകയും അതിലെ കാരണങ്ങൾ വിശദീകരിക്കുകയും ചെയ്തപ്പോൾ ആ കുബൂരികൾ പോലും അതേക്കുറിച്ച് പ്രതികരിക്കാനോ ഒരക്ഷരം എതിർത്ത് പറയുവാനോ തയ്യാറായില്ല എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധേയമാണ്. അതിനുശേഷം നടന്ന പല മുഖാമുകളിലും നാം അത് തുറന്ന് പ്രഖ്യാപിക്കുകയും ഈ വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി നാം അന്ന് കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഇദ്ദേഹം പിന്നെ മരിച്ചവരുടെ കേൾവിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വാദം കൂടി രംഗത്ത് കൊണ്ടുവന്നത്. അതായത് മരിച്ചവർ കേൾക്കുമെന്നും അങ്ങനെ പല കിതാബിലും ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പുതിയ വാദവുമായി അദ്ദേഹം രംഗത്ത് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ നാരികസ്വാത്തിൽ മാത്രം ഇയാൾക്കുള്ളൊരു അബദ്ധമല്ല യഥാർത്ഥത്തിൽ ഇത് എന്ന്. നേരെ മറിച്ച് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഇലയും പലതും പുറത്തേക്ക് വരാനുണ്ട്. ഇദ്ദേഹം പൂർണ്ണമായ അർത്ഥത്തിൽ മുജാഹിദാണ് എന്ന് പറയാൻ ആയിട്ടില്ല എന്ന സത്യം നമ്മളാണ് തിരിച്ചറിഞ്ഞത്. അന്ന് ബഹുമാന്യനായ സക്കരിയ സ്വലാഹി എറണാകുളത്ത് പ്രോഗ്രാമിന് പോയപ്പോൾ ജബ്ബാർ ആലിമിയെ ചെന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ ജബ്ബാർ ആലിമി അന്ന് സ്വലാഹിയോട് പറഞ്ഞ വാചകമാണ്, ഞാൻ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു മുജാഹിദല്ല, ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളുമല്ല, തൗഹീദ് മനസ്സിലാക്കി ഞാൻ തൗഹീദിലേക്ക് വന്നു, ആ തൗഹീദ് പറയാൻ വല്ല വേദിയുമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിലെ വേദി അതിന് പര്യാപ്തമാണ് എന്ന് കണ്ട് ആ വേദികൾ ഞാൻ ഉപയോഗിച്ചു എന്നേയുള്ളൂ. അല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ പറയുന്ന ആശയാദർശങ്ങളോട് എനിക്ക് മുമ്പും ഇപ്പോഴും പൂർണ്ണമായും യോജിപ്പില്ല എന്ന് സക്കരിയ സ്വലാഹിയോട് ജബ്ബാർ ആലിമി വളരെ പച്ചയായി തന്നെ തുറന്നു പറഞ്ഞപ്പോൾ സ്വലാഹി എന്നെ വിളിച്ചു പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ പോക്ക് വളരെ അപകടത്തിലാണ്, അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തെ മുജാഹിദായി പരിഗണിക്കാൻ നമുക്ക് സാധ്യമല്ല എന്ന് സ്വലാഹി വിളിച്ചു പറയുകയും അതിനുശേഷം ജബ്ബാർ ആലിമിയെ ഞാനും നേരിട്ട് ഫോൺ ചെയ്തു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഒരിക്കലും ന്യായീകരിക്കേണ്ട കാര്യമില്ല,
ഞാനൊരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുത്ത് ഒരു പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക ആളായി രംഗത്ത് വന്ന ആളുമല്ല. അതുകൊണ്ട് എന്റെ വാക്ക് ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു ഭാരമായി മാറേണ്ടതുമില്ല. അത് എന്റെ മാത്രം അഭിപ്രായമായി നിങ്ങൾ കണ്ടാൽ മതി, നിങ്ങൾക്ക് തുറന്നു പറയാം, വേദികളിൽ പ്രഖ്യാപിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ തീർച്ചയായും നാം അത് വേദികളിൽ തുറന്നു പറയുകയും ചെയ്തു. അദ്ദേഹം ആഗസ്റ്റ് 31 തീയതിയോ എങ്ങാണ്ടാണ് മരിച്ചവരുടെ കേൾവിയുമായി ബന്ധപ്പെട്ട ഈ പുതിയ വാദവുമായി അദ്ദേഹം രംഗത്ത് വന്നത്. അത് തൊട്ടടുത്തങ്ങളിൽ തന്നെ 2-ാം തീയതി ഇടത്തനാട്ടുകളിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ സി.പി. സലീമും ടി.കെ. അഷ്റഫും കുഞ്ഞുമുഹമ്മദ് അർപ്പൂരും പങ്കെടുത്ത ജില്ലാ സമ്മേളനത്തിന്റെ പ്രചാരണ പ്രഭാഷണത്തിൽ വെച്ച് ടി.കെ. അഷ്റഫ് വളരെ വ്യക്തമായി പറഞ്ഞു, നമുക്ക് ഇദ്ദേഹത്തിന്റെ വാദങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് യാതൊരു ബന്ധവും അദ്ദേഹവുമായി നമുക്ക് ആവശ്യവുമില്ല, ആ വാദം നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാവുന്ന വാദമല്ല, അത് പ്രമാണ വിരുദ്ധമാണ് എന്ന് മുഖം നോക്കാതെ പച്ചയായി അന്ന് പ്രഖ്യാപിക്കാൻ ടി.കെ. അഷ്റഫ് തയ്യാറായി. 30-ാം തീയതിയോ 31-ാം തീയതിയോ ഈ വാദം പറഞ്ഞപ്പോൾ ഇന്നും കഴിഞ്ഞ് 2-ാം തീയതിയിൽ തന്നെ ടി.കെ. അഷ്റഫ് അത് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് 5-ാം തീയതി മാറഞ്ചേരിക്കടുത്ത് പുറങ്ങി എന്ന പ്രദേശത്ത് വെച്ച് ആദർശ സ്ഥിരീകരണ യോഗമുണ്ടായപ്പോൾ ആ യോഗത്തിലും ഞാനും വ്യക്തമാക്കി, ജബ്ബാദാരിമി ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ മുജാഹിദായി നമ്മളാരും കാണേണ്ടതില്ല, നാം ഇത്രയും കാലം നമ്മുടെ കൂടെയാണ് എന്ന് കരുതി KNM-ഉം KJ-യും എല്ലാവരും തെറ്റിദ്ധരിച്ച് കൂടെ കൊണ്ടുകടന്നു എന്നാണ് സത്യം. അതുകൊണ്ട് ജബ്ബാദാരിമിയുടെ വികലവാദങ്ങൾക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കൂട്ടായ്മ മാത്രമല്ല ഉത്തരവാദികൾ, മറിച്ച് KNM-ഉം KJ-യും അതേപോലെ ഇപ്പോൾ വഴിമാറിപ്പോയ കോൺഗ്രസുകാരും എല്ലാവരും ഒരേപോലെ ആ വിഷയത്തിൽ ഉത്തരവാദികളാണ് എന്ന് പറയുകയും മാത്രവുമല്ല, അദ്ദേഹത്തെ വല്ലപ്പുഴയിൽ വെച്ച് നടത്തിയ പണ്ഡിത സംഗമത്തിൽ പ്രസംഗിപ്പിച്ചപ്പോൾ അന്ന് അത് ഉദ്ഘാടനം ചെയ്തത് ടി.പി. അബ്ദുള്ള കോയ മദനിയായിരുന്നു. അന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ചത് അബ്ദുറഹ്മാൻ സലഫി ആയിരുന്നു. മാത്രവുമല്ല, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗിക സ്ഥാപനമായ പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ സമസ്തയിൽ നിന്ന് വന്ന പണ്ഡിതന്മാർക്ക് ഒരു അനുമോദനവും ആശീർവാദവും എന്ന പേരിൽ ഒരു പ്രോഗ്രാം KJ-യുവിന്റെ ഔദ്യോഗികമായ ലേബലിൽ തന്നെ സംഘടിപ്പിക്കുകയും അന്ന് ഈ ലബ്ബാദാരിമി അതിൽ പങ്കെടുക്കുകയും ലബ്ബാദാരിമിക്ക് അന്ന് ബഹുമാനായ അബ്ദുറഹ്മാൻ സലഫിയാണ് യഥാർത്ഥത്തിൽ അന്ന് ആശീർവാദങ്ങൾ അർപ്പിക്കുകയും അദ്ദേഹത്തിന് ചില ഗ്രന്ഥങ്ങൾ നൽകുകയുമെല്ലാം ചെയ്തത് എന്നതും ഇത്തരത്തിൽ പ്രത്യേകം പ്രസ്താവ്യമാണ്. അപ്പോൾ 2010 തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നാരിയാസുറത്തുമായി ബന്ധപ്പെട്ട് ഇത്തരം ചില വികലമായ പ്രമാണവിരുദ്ധമായ ആശയങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അന്ന് അദ്ദേഹം മൂടിവെച്ച, ഇപ്പോൾ മാത്രം പുറത്തേക്ക് വിട്ട ആ ഒരു വസ്തുത, അത് അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തെ താങ്ങി നടന്ന എല്ലാവരും ആ കാര്യത്തിൽ ഒരേപോലെ ബാധ്യത ഏൽക്കേണ്ടത് തന്നെയാണ്. അല്ലാതെ ഇപ്പൊ വിവാദം ഉണ്ടായപ്പോ അതെല്ലാം കൂടി പുറത്തേക്ക് വലിച്ചിട്ട് അതെല്ലാം നമ്മളെ തന്നെ കെട്ടിവെക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ കോൺഗ്രസുകാരുടെ കുതന്ത്രം മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇത് യഥാർത്ഥത്തിൽ ഒരു വാദപ്രതിവാദ വ്യവസ്ഥ എന്നതിനപ്പുറത്ത് ഇത് നാടകമായിരുന്നുവോ എന്ന് ന്യായമായും ഇപ്പോൾ സംശയിക്കേണ്ടി വരികയാണ്. ഇവർ ഞങ്ങളുടെ ഒത്തൊരുമിച്ച് നമുക്കെതിരെ ആഞ്ഞടിക്കാൻ ഒന്നും കിട്ടാത്ത സാഹചര്യത്തിൽ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ രൂപത്തിൽ പ്രതികരിക്കാൻ അവർ തീരുമാനിച്ചത്. ഇങ്ങനെ ഒരു വ്യവസ്ഥ തയ്യാറാക്കാൻ ഇരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ 4 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഇത്തരമൊരു വ്യവസ്ഥ, എന്ത് പ്രയോജനമാണ് അതുകൊണ്ടുള്ളത്, ആർക്കാ നേട്ടമുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഇതൊരിക്കലും നിങ്ങൾ ആരെയും ബാധിക്കുന്ന പ്രശ്നമല്ല, ഇത് ഞാൻ തീർത്തും വ്യക്തിപരമായി മാത്രം നടത്താൻ തീരുമാനിച്ച ഒന്നാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വ്യക്തിപരമായി നടത്താൻ തീരുമാനിച്ചാലും അവർക്ക് നിങ്ങളെയല്ല ആവശ്യം. അവർ അതിലൂടെ ലക്ഷ്യമാക്കുന്നത് സലഫി പ്രബോധനത്തെയും ആദർശ കൂട്ടായ്മയെയും തകർക്കാനുള്ളൊരു വടിയായിട്ടാണ് അവർ അത് ഉപയോഗിക്കാൻ അവരുദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, അത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അതെനിക്കറിയാം എന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹം പറഞ്ഞു, ഈ വിഷയത്തിൽ സക്കരിയ സുലാഹിയോ ഫസൽ മുസ്ലിയാരോ ഹുസൈൻ സലഫിയോ ഒന്നും ഈ വിഷയത്തിൽ എന്റെ കൂടെ ഇല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അവരുമായി വേണമെങ്കിൽ ഒരു സംവാദത്തിന് ഞാൻ ഒരുക്കമാണ്. അതുകൊണ്ട് നിങ്ങളാരും ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതില്ല എന്ന് അദ്ദേഹം എന്നോട് വ്യക്തമായി പറഞ്ഞു. അതിനടിസ്ഥാനത്തിൽ 6-ാം തീയതി കൊപ്രക്കളത്ത് നടന്ന പ്രോഗ്രാമിൽ വെച്ച് ഞാനത് വ്യക്തമായി പ്രഖ്യാപിച്ചു. ഇൻഷാ അല്ലാഹ് ഈ സംസാരം കഴിഞ്ഞാൽ
അന്നത്തെ ആ സംസാരത്തെ ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് ഇവിടെ പ്ലേ ചെയ്യാം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അപ്പൊ അന്ന് കൊപ്രക്കളത്ത് വെച്ച് കഴിഞ്ഞ 6-ാം തീയതി നടന്ന മുഖാമുഖത്തിൽ വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹം മുജാഹിദല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം 7-ാം തീയതിയോ 8-ാം തീയതിയോ എന്ന് ഓർമ്മയില്ല, അദ്ദേഹത്തെ ഞാൻ വീണ്ടും വിളിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ കൊപ്രക്കളത്ത് വെച്ച് പറഞ്ഞ വിശദീകരണം ഞാൻ കേട്ടു എൻ്റെ വീട്ടിൽ വെച്ച്, എനിക്ക് വലിയ സന്തോഷമായി, നിങ്ങൾ അങ്ങനെ തന്നെ ഇനിയും പറഞ്ഞോളൂ എന്നുകൂടി അതിനുശേഷം അദ്ദേഹം എന്നെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം മിഞ്ഞാന്ന് അഥവാ 10-ാം തീയതി ചെമ്മാട് കരിപറമ്പിൽ വെച്ച് നടന്ന മുഖാമുഖത്തിലും ഒന്നുകൂടെ വ്യക്തമായി ഈ വിഷയം നാം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. അതേപോലെ CP സലീമും ഈ ആഴ്ചയിലെ അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക പ്രഭാഷണ വേദികളും അക്കാര്യം തുറന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ തൗഹീദ് മനസ്സിലാക്കി ഞാനിവിടെ വന്നു എന്ന് പറഞ്ഞുവെന്നല്ലാതെ അദ്ദേഹത്തിന് തൗഹീദ് മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം ഉൾക്കൊണ്ടിട്ടുമില്ല, ആ നിലക്ക് മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് വന്നിട്ടുമില്ല എന്നാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് ബോധ്യമാകുന്നത്. പക്ഷേ നമ്മെ അടിക്കാനുള്ള ഒരു വടി എന്ന നിലക്ക് ഈ കോക്കസുകാർ ദുരുപയോഗം ചെയ്യുന്നുവെന്നല്ലാതെ നമ്മെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ പ്രമാണ വിരുദ്ധമായത് ആര് പറഞ്ഞാലും നമുക്കിത് സ്വീകാര്യമല്ല എന്നതാണല്ലോ മുജാഹിദുകൾ എല്ലാ കാലത്തെയും നിലപാട്. ഇമാം ഷാഫിയുടെയും ഇമാം മാലിക്കിന്റെയും ഇമാം അബൂ ഹനീഫയുടെയും എല്ലാം റഹിമഹുമുള്ള അഭിപ്രായങ്ങൾ പോലും പലതും പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി കാണുമ്പോൾ ആ വിഷയത്തിൽ അവർ ശരിയല്ല എന്ന് തുറന്നു പ്രഖ്യാപിച്ച് പ്രമാണങ്ങളിലേക്ക് തിരിഞ്ഞു നടന്ന ആ ഒരു ചരിത്രമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്നുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ലബ്ബാദാലമിയോ ഈ ഫൈസൽ മുസ്ലിയാരോ സഖിയാസുലഹി ഹുസൈൻ സലഫിയോ ആരോ ആവട്ടെ, ആരാണെങ്കിലും ശരി, പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യത്തിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും അത് ന്യായീകരിക്കേണ്ട ഒരു ബാധ്യതയും നമുക്കില്ല. ഈ സംസാരിക്കുന്ന ഞാനടക്കം പ്രമാണവിരുദ്ധമായി വല്ലതും പ്രസംഗിച്ചാൽ അത് ശരിയല്ല എന്ന് തുറന്ന് പ്രഖ്യാപിക്കാനാണ് മുജാഹിദുകളായി നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളത്. അല്ലാതെ ഫൈസൽ മുസ്ലിയാരല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് അത് ന്യായീകരിച്ച് ഒപ്പിച്ചുണ്ടാക്കേണ്ട ഒരു ബാധ്യത നമുക്കില്ല. അങ്ങനെ ന്യായീകരിക്കാൻ പാടുമില്ല. ആ ശൈലി നമുക്ക് പരിചയവുമില്ല. ആ പറഞ്ഞ് തെറ്റാണ് എന്ന് തുറന്നു പറയാനുള്ള ആർജവം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അല്ലാതെ നമുക്ക് വേണ്ടി നമ്മളാളുകൾക്ക് വേണ്ടി എന്തും പറയാം, അല്ലാത്തവർ എന്ത് പറഞ്ഞാലും അതൊക്കെ തള്ളിക്കളയുക എന്ന ഒരു നിലപാട് നമുക്കില്ല. ഇന്നത്തെ സംവാദ വ്യവസ്ഥയിലും യഥാർത്ഥത്തിൽ സംവാദ വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു അവലോകനമല്ല, കാരണം നമുക്കിത് അവലോകനം നടത്തേണ്ട ആവശ്യമില്ല. നമ്മളുമായി ബന്ധമുള്ള സംവാദമേ അല്ല എന്നുകൊണ്ട് അതിൻ്റെ ഒരു അവലോകനം എന്നത് നമ്മെ സംബന്ധിച്ച് പ്രസക്തമല്ല. ലബ്ബാദാരിമി എന്ന പൂർണ്ണമായും ഞാൻ മുജാഹിദ് അല്ല എന്ന് അദ്ദേഹം തന്നെ തുറന്നു സംബന്ധിച്ച ഒരു മനുഷ്യരും, അതേപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇടക്കാലത്ത് ഇറങ്ങിപ്പോയ ഹനീഫ് കായക്കൊടിയും അനസ് മൗലവിയും പോലുള്ള ചില കോക്കസുകാർ നടത്തിയ ഒരു സംവാദവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ അത് അവലോകനം ചെയ്യേണ്ട ഒരാവശ്യവും നമ്മെ സംബന്ധിച്ചില്ല. അതേസമയം ഇതും അതിനിടയിൽ നമ്മെക്കുറിച്ച് ഈ കോക്കസുകാർ നടത്തിയ ചില പ്രയോഗങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിയറാക്കാൻ വേണ്ടി മാത്രമാണ് മൈക്കെടുത്തത്. അല്ലാതെ ഒരിക്കലും ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഒരു അവലോകനമല്ല എന്നുകൂടി പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ സംസാരങ്ങളിലും ലബ്ബാദാരിമി ആവർത്തിച്ച് പറഞ്ഞു, ഇത് എന്റെ മാത്രം വാദമാണ്, ഞാൻ മാത്രമാണ് ഇത് ഉത്തരവാദി, മറ്റാരും ഈ വിഷയത്തിൽ എന്റെ കൂടെ ഇല്ല എന്ന് ലബ്ബാദാരിമി പലപ്പോഴായി പറഞ്ഞു. മാത്രവുമല്ല അനസ് മുസ്ലിയാർ തന്നെ ഇന്നലെ കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞിരുന്നുവല്ലോ, ജിന്നൂരികള് അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ച ലബ്ബക്കുട്ടി എന്ന അനസ് മുസ്ലിയാർ ഇന്നലെ കോഴിക്കോട്ട് പറഞ്ഞത്. അപ്പൊ നമ്മൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു എന്നുള്ളത് അനസ് മുസ്ലിയാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് മനസ്സിലായിട്ടുമുണ്ട്, അയാൾ ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പ്രസംഗത്തിൽ അയാൾ പിന്നെ പറഞ്ഞു, അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ച ലബ്ബക്കുട്ടിയെ ഞങ്ങൾ നിങ്ങളെ തോളിൽ തന്നെ ഇട്ടുതരും എന്നാണ് ഇന്നലെ അനസ് മുസ്ലിയാർ പറഞ്ഞത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ചില ഉൾനാടകങ്ങളുടെ ചില പ്രീ പ്ലാനുകളുടെ ഫലമായി ഉണ്ടായതാണ് എന്ന് സ്വാഭാവികം നമുക്ക് മനസ്സിലായി. അത് നമുക്ക് ഇന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഇന്നത് പൂർണ്ണമായും ശ്രവിച്ച ഒരാൾ എന്ന നിലക്ക് എനിക്കത് കൃത്യമായി പറയാൻ കഴിയും. ഇന്നത്തെ സംസാരത്തിലും അനസ് മുസ്ലിയാർ ആവർത്തിച്ചു പറഞ്ഞു, ജിന്നൂരികൾക്ക് തന്നെയാണ് ബാധ്യത, നിങ്ങൾ ഒഴിഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഒഴിവാക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലുമൊക്കെ ലബ്ബാദാരിമി നമ്മളെ ഒപ്പാണ് എന്ന് തെളിഞ്ഞു കിട്ടണം. അതിനാണ് ഇപ്പോൾ അനസ് മുസ്ലിയാർ കാര്യമായി പണിയെടുത്തത്. അതായത് പറയും ചെയ്തു, ഞാൻ ഇന്നലെ കോഴിക്കോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഒഴിവാക്കിയാലും ഞങ്ങൾ ഒഴിവാക്കാൻ സമ്മതിക്കൂല എന്ന്, അതും ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അനസ് മുസ്ലിയാർ എന്ന് പറയുകയും ചെയ്തു. അപ്പൊ യഥാർത്ഥത്തിൽ ഞങ്ങളാളല്ല, നമുക്ക് ബന്ധമില്ല, ഞങ്ങൾ അയാളുമായി ബന്ധമില്ല, ബന്ധമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ബാധ്യതയുള്ള ബന്ധമേ ഉള്ളൂ എന്ന് പല വേദികളിൽ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞതും അത് അനസ് മുസ്ലിയാർക്ക് അടക്കം ബോധ്യമായതുമായിട്ട് പിന്നെയും അത് ഇങ്ങോട്ട് കെട്ടിവെച്ചല്ല നിങ്ങൾ ആളെന്നെയാണ് എന്ന് പറഞ്ഞ്
ആളുകൾക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിലെ രഹസ്യം എന്താണ് എന്ന് മുജാഹിദീകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. മാലോകർക്ക് എല്ലാവർക്കും അത് ബോധ്യമാവുകയും ചെയ്യുമെന്ന. എന്നിട്ട് മൂപ്പര് അനസ് മുസ്ലിയാർ ഇന്ന് ചെയ്തതെന്ന് വെച്ചാൽ അയാൾ സംസാരത്തിൽ ഇടക്കിടക്ക് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി എഴുതിയ ഒരു വാചകം എടുത്തുകൊണ്ട് ഇതാ സലഫി പ്രബോധനത്തിലെ ഇടമുറിയാത്ത കണ്ണികൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ കൂട്ടത്തില് ലബ്ബാദാരിമി ഉണ്ടല്ലോ, അത് പൊക്കി പിടിച്ച് അപ്പ കണ്ടോ ഇടമുറിയാത്ത കണ്ണി എന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റൂല എന്നാ. അതേ ഇടമുറിയാത്ത കണ്ണിന് ഒരു കാലത്ത് അനസ് മുസ്ലിയാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഹനീഫ് കായക്കുടിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, എ പിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, അബ്ദുറഹ്മാൻ സലഫിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കണ്ണിക്ക് മുറിഞ്ഞുപോയി, ആ കൂട്ടത്തിൽ ഈ കണ്ണി മുറിഞ്ഞുപോയി. അല്ലാതെ എന്താണുള്ളത്? ഒരുപാട് കണ്ണികൾ ഉണ്ടായിരുന്നു. ചേകന്നൂര് ഈ ദഅ്വ രംഗത്തെ ഒരു കണ്ണിയായിരുന്നു. സി എൻ അഹമ്മദ് മൗലവി ഈ ദഅ്വ മുന്നേറ്റത്തിലെ ഒരു കണ്ണിയായിരുന്നു ഒരു കാലത്ത്. ആ കണ്ണികളൊക്കെ മുറിഞ്ഞുപോയി എന്നതുപോലെ അബ്ദുസ്സലാം സുല്ലമി ഈ ദഅ്വ കൂട്ടായ്മയിലെ കണ്ണിയായിരുന്നു ഒരു കാലത്ത്. ആ കണ്ണികളൊക്കെ മുറിഞ്ഞുപോയി. അതേപോലെ അനസ് മുസ്ലിയാരും ഹനീഫ് കായക്കുടിയും അബ്ദുറഹ്മാൻ സലഫിയും മുജാഹിദ് ആദർശ പ്രബോധന മേഖലയിലെ കണ്ണികൾ തന്നെയായിരുന്നു. പക്ഷെ ആ കണ്ണികളും അറ്റുപോയി. ജബ്ബാദാരിമിയും അതിന് കണ്ണിയായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ മനസ്സിലായി അത് അന്നും അവിടെ ഇടക്ക് എങ്ങനെയോ പെട്ടുപോയ അതൊരു കണ്ണിയല്ല, ഇടക്ക് എവിടെയോ എങ്ങനെയോ കുടുങ്ങിപ്പോയ ഒരു വ്യാജകണ്ണിയാണ് എന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട്. അത് ബോധ്യമായ മാത്രയിൽ തന്നെ നമ്മൾ തുറന്നു പറയുകയും ചെയ്തു, ഇദ്ദേഹത്തിന്റെ വാദം നമുക്ക് ബാധകമല്ല, നമ്മൾ അംഗീകരിക്കില്ല എന്ന് അന്നേ നമ്മൾ തുറന്നു പറഞ്ഞു. പക്ഷെ എന്നാലും പറ്റൂല, ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല, ഞങ്ങളെ മേത്തേക്ക് വെച്ച് എന്നാണെങ്കിൽ ഞങ്ങളെ മേത്തേക്ക് എങ്ങനെ വെച്ചിട്ടുന്നുവോ അതിന്റെ 10 മടങ്ങ് അനസ് മുസ്ലിയാർക്കും കായക്കുടിക്കും അബ്ദുറഹ്മാൻ സലഫിക്കുമാണ് അദ്ദേഹത്തിന്റെ ബാധ്യത എന്നാ സൂചിപ്പിക്കുകയാണത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, KJവിന്റെ പേരിൽ മദീനത്തിൽ ഒരു അറബിക് കോളേജിൽ കൊണ്ടുപോയി അനുമോദനം അർപ്പിച്ചതും അന്ന് കിതാബ് അദ്ദേഹത്തിന് ഹദിയായി നൽകിയതും അബ്ദുറഹ്മാൻ സലഫിയാണല്ലോ. അതേപോലെ മൂവാറ്റുപുഴ സംഭവത്തിൽ കൂടെ കൊണ്ടുപോയതാരാ? അനസ് മുസ്ലിയാരും അതേപോലെ ഹനീഫ് കായക്കുടിയുമല്ലേ. ആ മൂവാറ്റുപുഴ സംവാദം പൊളിച്ചെഴുതിയത് യഥാർത്ഥത്തിൽ ഞങ്ങളായിരുന്നു. മൂവാറ്റുപുഴ സംവാദത്തില് ഒരു പൊളിച്ചെഴുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം വെച്ചതാരാ? സക്കരിയ സ്വലാഹിയ. ആ മൂവാറ്റുപുഴ സംവാദത്തിൽ അനസ് മുസ്ലിയാർ കൊണ്ടുപോയതാരാ? ലബ്ബയാണ്. എന്നിട്ടാ പറഞ്ഞ അല്ല നിങ്ങളെ പേരിൽ വെച്ചിട്ടെന്ന്. അപ്പൊ ഞങ്ങളെ പേരിൽ വെച്ചിട്ടുന്നതിന് മുമ്പ് അത് നിങ്ങളെ മേലെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആ നിലക്കുള്ള പൂതികളൊന്നും കാര്യങ്ങൾ നടക്കില്ല. അതിന്റെയൊക്കെ മറവിൽ ഈ ദഅ്വ മുന്നേറ്റത്തെ തകർക്കാമെന്നോ ക്ഷീണിപ്പിക്കാമെന്നോ പലരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാത്രമാണ് എന്ന് സൂചിപ്പിക്കാനുള്ളൂ. കണ്ണികൾ ഈ ദഅ്വ മുന്നേറ്റത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്, പലതും മുറിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്ന് പുതിയത് മുറിഞ്ഞാലോ അതും മുറിയും. അല്ലാതെന്താ ഈ ദഅ്വ മുന്നേറ്റത്തിൽ ഇപ്പൊ നമ്മളൊക്കെ കണ്ണികളാണ് അൽഹംദുലില്ലാഹ്. ഇനി ഇതിനപ്പുറത്ത് ഈ ദഅ്വ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി വല്ലതും ചെയ്യുകയോ വല്ലതും പറയുകയോ ചെയ്താലോ ഈ കണ്ണി മുറിഞ്ഞു പോയി എന്ന് മനസ്സിലാക്കണം. അല്ലാതെ വേറെന്താ പ്രത്യേകിച്ചുള്ളത്? അപ്പൊ അതിലൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് യാതൊരു ബാധ്യതയും ഈ വിഷയത്തിലില്ല. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മളത് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അല്ലാതെ ഇത് കഴിഞ്ഞപ്പോൾ മാത്രം നമ്മൾ പറയുകയല്ല. നമ്മളത് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് അനസ് മുസ്ലിയാർക്കും അറിയാം, ഹനീഫ് കായക്കുടിക്കും അറിയാം. അതുകൊണ്ടാണല്ലോ അനസ് മുസ്ലിയാർ പറഞ്ഞത് നിങ്ങൾ ഒഴിവാക്കിയാലും ഞങ്ങൾ സമ്മതിക്കൂല എന്ന്. അപ്പൊ അതിന് പിന്നിലുള്ള താല്പര്യം എന്താണ് എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഇത് യഥാർത്ഥത്തിൽ ഇവരൊക്കെ പടം ഒത്തൊരുമിച്ച് കൂടി കളിച്ച ഒരു കളിയാണോ എന്നാണ് ഇപ്പൊ സംശയിക്കുന്നത്. അതിൽ ജിഷാനെയും കൂട്ടിപ്പിടിച്ചിട്ടുണ്ടാവാം. കാരണം 2010 അന്ന് ഓൻ ഫോൺ ചെയ്ത് സൂക്ഷിച്ചു വെച്ച സംഗതി ഈ വിവാദങ്ങൾ വന്നപ്പോൾ പുറത്തേക്കിട്ടെങ്കിൽ ആ ജിഷാനുമായും ഇവർക്ക് ചില സ്വകാര്യ ബന്ധങ്ങൾ ഉണ്ടായിക്കൂടായില്ല എന്ന് ന്യായമായും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെ അത് ഇപ്പൊ മാത്രം പുറത്തേക്ക് വന്നു? കാരണം ആദ്യം പുറത്തേക്ക് വന്നാൽ എല്ലാവർക്കും ഒരേപോലെ വാദമാണ്. അതുകൊണ്ട് അന്നൊന്നും പുറത്തേക്ക് വരാതെ ഈ വിവാദം ഉണ്ടായപ്പോൾ മാത്രം ഇത് പുറത്തേക്ക് വന്നെങ്കിൽ അവിടെയും ചില അന്തർനാടകങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് സംശയിക്കാതിരിക്കാൻ വകുപ്പില്ല. സ്വാഭാവികമാണ്. മുജാഹിദ് പ്രസ്ഥാനം എ.പി. അബ്ദുൽ ഖാദർ മൗലവി എപ്പോഴും പറയാറുണ്ട്, ഒരു തുറന്ന പുസ്തകമാണ്, ഇതിൽ ആർക്കും എപ്പോഴും വരാം, ആർക്കും ഇറങ്ങിപ്പോകാം എന്ന് പറയാറുണ്ട്. നമ്മൾ വരുന്ന ഒരാളെയും ഉള്ളു തുറന്നു നോക്കിയിട്ട് അയാളെ എങ്ങനെയുണ്ട്, അയാളെ ശരിയാണോ എന്ന് അന്വേഷിക്കാൻ നമ്മൾ കാലത്ത് നിൽക്കാറില്ല. അതേസമയം ചിലപ്പോൾ വഞ്ചിക്കപ്പെട്ടേക്കാം. കുറച്ചു കാലം കഴിയുമ്പോൾ അയാൾക്ക് തോന്നി ഇവിടെ പറ്റില്ല, അയാൾക്ക് പോവുകയും ചെയ്യാം. അയാൾ സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. നമ്മൾ ആരും അങ്ങനെ ഒരാളെയും പിന്നാലെ കൂടി അയാളെ ശരിയാക്കി എടുത്തിട്ട് അയാളിങ്ങനെ മാമോദീസ മുക്കിയിട്ട് മുജാഹിദാക്കിയിട്ടല്ല നമ്മൾ വേദികളിൽ കയറ്റാറുള്ളത്. മറിച്ച് അദ്ദേഹം ഞാൻ തൗഹീദ് മനസ്സിലാക്കി എന്ന് പറഞ്ഞു വന്നാൽ ഓക്കെ, നമ്മൾ അംഗീകരിക്കും, വിശ്വസിക്കും, തൗഹീദ് പറയാൻ വേദി കൊടുക്കും. പറയുമ്പോ പോരായ്മ ഉണ്ടോ നമ്മൾ പറയും, ഇത് ശരിയല്ല.
എന്ന് പറയും. അങ്ങനെയാണല്ലോ എല്ലാവരെയും നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. എത്ര മുസ്ലിയാക്കന്മാര് മുജാഹിദ് പ്രസ്ഥാനത്തിൽ കടന്നു വന്നു. ഒരൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശവിധി ഇപ്പോഴും ഉണ്ടോ ചോദിച്ചാലോ ചിലരുണ്ട്, പലരുമില്ല. എന്തേ കാരണം? ആർക്കും വരാം, ആർക്കും പോകാം. അത്ര സുതാര്യമായ സംവിധാനം ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അബ്ദുസലാം സുല്ലമി എത്ര ശക്തമായി ദഴവരംഗത്തുണ്ടായിരുന്നു, ഒന്നുമല്ലാതെ പോയില്ലേ. എന്തേ കാരണം? അദ്ദേഹം പ്രമാണവിരുദ്ധമായി പറഞ്ഞു, സ്വന്തം ബുദ്ധിക്കനുസരിച്ച് പറഞ്ഞു. അപ്പൊ മുജാഹിദീങ്ങൾ പറഞ്ഞു ഇല്ല, ഇത് ന്യായീകരിക്കാൻ കഴിയില്ല. ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. അനസ് മുസ്ലിയാര് വേദികൾ ധാരാളം ഉണ്ടായിരുന്നുവല്ലോ, അന്നൊക്കെ എല്ലാവരും കൂടെ ഉണ്ടായി. പക്ഷേ ഇത്രയും കാലം പറഞ്ഞതിന് വിരുദ്ധമായി പുതിയ ചില വാദങ്ങളുമായി അയാൾ രംഗത്ത് വന്നപ്പോൾ മുജാഹിദീങ്ങൾ പറഞ്ഞു ഇല്ല, നമുക്ക് സമ്മതിക്കാൻ കഴിയില്ല, സ്വീകരിക്കാൻ കഴിയില്ല. സാക്ഷാൽ കുബൂരികളുടെ അടവാണ് ഇപ്പൊ അനസ് മുസ്ലിയാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തുറന്നു പറഞ്ഞു. കാരണം എന്താ? കഴിഞ്ഞ വർഷം വരെ പറഞ്ഞത് വളരെ പച്ചയായി ഒരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ നേരെ മാറ്റിപ്പെടുകയും മറ്റെന്തൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ബോധ്യമായപ്പോൾ നമ്മളൊപ്പുള്ള ആളല്ലെന്ന് വിചാരിച്ച് നമ്മൾ ഉണ്ടാകുന്നിട്ടില്ല. അത് തുറന്നു പറയാൻ നമ്മൾ സന്നദ്ധ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇടമുറിയാത്ത കണ്ണീന്ന് മുമ്പ് എഴുതി വെച്ച വാക്കെടുത്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയെങ്കിൽ ആ കണ്ണിൽ വേറെ പലരുണ്ടല്ലോ. അബ്ബദാലിമി മാത്രമല്ലല്ലോ, ആ കണ്ണിൽ എണ്ണിപ്പറഞ്ഞ മറ്റൊരുപാട് ആളുകൾ ഓനെ കുറിച്ച് എന്താ ഉപർക്ക് പറയാനുള്ളത്? അപ്പൊ കണ്ണിയിൽ നിൽക്കുന്ന കാലത്ത് കണ്ണിയാണെന്ന് പറയും. ഒരു പക്ഷേ ചിലപ്പോൾ കണ്ണിയായിട്ടുണ്ടാവില്ല, അന്നേ മുറിഞ്ഞതായിരിക്കും. ആ മുറിവ് ഒരു പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് മാത്രം. ഏതായിരുന്നാലും ഈ സംവാദം നടക്കുകയോ നടക്കാതിരിക്കുകയോ അതിൽ എന്ത് പറഞ്ഞു എന്നോ എന്ത് പറഞ്ഞില്ല എന്നോ നമ്മെ കുറിച്ച് വിഷയമേ അല്ല. നമ്മെ സംബന്ധിച്ച് നാരിയാസുറാത്തും ഇസ്തസ്കരി ഉമ്മത്തിക്ക എന്ന സംഭവം തീർച്ചയായും ഷിർക്ക് തന്നെയാണ്. ഒരു സംശയം നമുക്ക് ആ വിഷയത്തിൽ ഇല്ല. പ്രവാചകൻ ഖബറിൽ ചെന്നാലും ഖബറിൽ ചെന്നില്ലെങ്കിലും പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാലും നബിയോട് പ്രാർത്ഥിച്ചാലും അതെല്ലാം അഭൗതിക മാർഗത്തിൽ നബിയോടുള്ള തേട്ടം തന്നെയാണ്. അതുകൊണ്ട് ഷിർക്കാണെന്ന വിഷയത്തിൽ നമുക്ക് സംശയമില്ല എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. ഖുബൂരികൾ കാലങ്ങളായി ഇസ്തസ്കരി ഉമ്മത്തിക്ക എന്ന ഹദീസുമായി വന്നപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കൂട്ടരത് ഷിർക്കാണ്, സ്വഹീഹല്ല, നിങ്ങൾക്ക് തെളിവല്ല, സ്വഹീഹല്ല, നിങ്ങൾക്ക് തെളിവല്ല. സ്വഹി ആണെങ്കിലും തെളിവല്ല നമ്മൾ പറഞ്ഞിട്ടില്ല അവിടെ. കാരണം എന്താ? അത് സ്വഹി ആണെങ്കിൽ തെളിവ് തന്നെയാണ്, പക്ഷെ സ്വഹിയല്ല എന്ന് നമ്മൾ സ്ഥാപിച്ചു കൊടുത്തു. അവിടെയാണ് നമ്മൾ നിന്നിട്ടുള്ളത്. പക്ഷേ അന്നും മനസ്സിലാക്കാത്ത ചില ആളുകൾ ഒരു പക്ഷേ ചില പദപ്രയോഗം നിർവഹിച്ചിട്ടുണ്ടാവാം. ഏതായിരുന്നാലും ശരി, നമ്മെ സംബന്ധിച്ച് അത് തീർച്ചയായും ഷിർക്ക് തന്നെയാണ്. കാരണം പ്രവാചകനെ മഴയ്ക്ക് വേണ്ടി തേടണേ എന്ന് നബിയുടെ ഖബറിൽ പോയി പറയണമെങ്കിൽ നബി അത് കേൾക്കുന്നും നബി അറിയുമെന്നും നബി അത് മനസ്സിലാക്കുമെന്നും നബി അതനുസരിച്ച് പ്രതികരിക്കുമെന്നും എനിക്ക് വേണ്ടി നബി തേടുമെന്നുമുള്ള ഒരു വിശ്വാസം ഉള്ളിലുണ്ടാകുമ്പോഴല്ലേ നബിയുടെ ഖബറിൽ ചെന്നിട്ട് പറയാൻ കഴിയുള്ളൂ. മാത്രമല്ല അത് ഷിർക്കല്ലെങ്കിൽ പിന്നെ ഇനി മറ്റൊരാൾക്ക് ചോദിക്കാലോ, ഖബറിൽ പോയാൽ ഷിർക്കല്ല, ഇപ്പുറത്ത് പോകുന്ന ഷിർക്ക് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഖബറിൽ നിന്ന് തേടിയ ഷിർക്ക്, നാട്ടിൽ നിന്ന് തേടിയ ഷിർക്ക്, അതെന്ത് മാനദണ്ഡം എന്നൊക്കെ ചോദിക്കാം. രണ്ടാമതൊരാൾക്ക് എന്ത് ചോദിക്കാം? നബിന്റെ ഖബറിൽ പോയി പറഞ്ഞ ഷിർക്ക് അല്ലെങ്കിൽ പിന്നെ മമ്പളം ചാർത്ത് പറഞ്ഞ ഷിർക്കല്ലോ എന്ന് രണ്ടാമതൊരുത്തിന് ചോദിക്കാം. അങ്ങനെ ചോദ്യങ്ങൾ പോകും, ഷിർക്കിന്റെ ഗൗരവം കുറയും. അതുകൊണ്ട് ഇസ്തസ്കരി ഉമ്മത്തിക്ക എന്ന ഹദീസിൽ വന്ന ആ ടെക്സ്റ്റ് അത് ഷിർക്ക് തന്നെയാണ്, ഒരു സംശയമില്ല. ലബ്ബാദാലിമി പോലും അവിടെ അല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി എന്നോളം കൊണ്ടുവന്ന ഇബ്നു ബാസിന്റെ വാചകം അതിൽ അദ്ദേഹം തന്നെ വായിച്ചു പോയി. പല പണ്ഡിതന്മാരും ഇത് നൗഉം മിന ഷിർക്കി, ഷിർക്കിന്റെ ഒരു ഇനമായി എണ്ണിയിട്ടുണ്ട് എന്ന് ലബ്ബാദാലിമി തന്നെ അറിയാതെ വായിച്ചു പോയി. യഥാർത്ഥത്തിൽ അതിലൊക്കെ പണ്ഡിതന്മാർ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിൽ തന്നെയാണ് നാം ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് ഇതിൽ പ്രത്യേകിച്ച് യാതൊരു നിലക്കുമുള്ള ഒരു ബാധ്യതയും നമുക്കില്ല എന്ന് കൂടി മനസ്സിലാക്കുക. നമ്മൾ കൃത്യമായി പ്രമാണ സ്ഥാനത്തിൽ നമ്മളെ കൂട്ടായ്മയായി നമ്മുടെ പണ്ഡിത നേതൃത്വത്തിന് കീഴിൽ തന്നെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ നേതൃത്വം നമുക്കുണ്ട്, എല്ലാവർക്കും അറിയാൻ മതി. KNM-ഉം KJ-യും ഏത് ദൗത്യമാണോ ഈ നാട്ടിൽ നിർവഹിച്ചിരുന്നത് ആ ദൗത്യം മുടക്കാൻ പലരും മുന്നോട്ട് വന്നപ്പോൾ ഇല്ല, സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആ KNM-ന്റെയും ISM-ന്റെയും MSM-ന്റെയും KJ-യുവിന്റെയും അംഗങ്ങളായ ഉത്തരവാദപ്പെട്ട ആളുകൾ രംഗത്ത് വരികയും എത്രപ്പെടും സീലും ആരൊക്കെ കൈവശം വെച്ചാലും KNM-ഉം KJ-യും ചെയ്യേണ്ട പണികൾ നമ്മൾ തുറന്നും ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ആ പണികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. KNM ചെയ്തിരുന്ന പണി ഏറ്റവും പ്രധാനമായി ദഅവത്താണ്. ആ ദഅവത്ത് ഈ കഴിഞ്ഞൊരു കൊല്ലമായി നമ്മളാണല്ലോ നിർവഹിക്കുന്നത്. KNM-ന്റെ എത്ര പേര് കൈവശമുള്ള ആളുകൾക്ക് ആ ദഅവത്ത് നടത്താൻ സാധിക്കുന്നില്ല, നമ്മൾ ആ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ KJ-യും അതിന്റെ എത്രപ്പോട് കുറച്ച് ആളുകൾ കയ്യിൽ വെച്ചു എന്നല്ലാതെ അവർക്ക് KJ ചെയ്തിരുന്ന പണി എന്താണോ അത് തുടർച്ച ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ആ ഉത്തരവാദിത്തം നമ്മൾ കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 19 മാസമായി നിർത്തിവെച്ച വൈജ്ഞാനികമായ ദൗറകൾ KJ-ന്റെ പേരിൽ കൃത്യമായി പുളിക്കൽ ജാമിയ സലഫിയിൽ നടന്നിരുന്ന ദൗറ ഇൽമിയ വൈജ്ഞാനികമായ സദസ്സുകൾ അത് 2012 ഫെബ്രുവരിയിലാണ് അവസാനമായി നടക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ 19 മാസമായി
ആ ദൗറകൾ നടന്നില്ല അവിടെ. എന്നാൽ ഏതാനും മാസങ്ങൾ നമ്മൾ കാത്തിരുന്നു, അവരോട് ആവശ്യപ്പെട്ടു ദൗറ പുനഃസ്ഥാപിക്കണമെന്ന്. പക്ഷെ ഉണ്ടായില്ല. KJU സെക്രട്ടറി ആയിരുന്ന M മുഹമ്മദ് മദനിയോട് ഞാൻ തന്നെ നിൽക്കുന്ന പറഞ്ഞു, സർ നമുക്ക് ആ ദൗറ എത്രയും പെട്ടെന്ന് നമുക്ക് പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം, സമ്മേളനം കഴിയട്ടെ എന്നാണ് അന്ന് M മദനി പറഞ്ഞത്. പക്ഷെ സമ്മേളനം കഴിഞ്ഞവരെ കാത്തുന്നു, എന്നിട്ടും അവർ അത് തുടങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ തുടങ്ങി. എല്ലാ പണ്ഡിതന്മാരും വിളിച്ചുകൂട്ടി, എല്ലാവരും ഒരുമിച്ച് കൂടി. വിളിച്ചുകൂട്ടി നോക്കുമ്പോഴോ KJUവിലെ മെമ്പർഷിപ്പുള്ള ഏകദേശം എല്ലാവരും ആ കൂട്ടായ്മയിൽ ഉണ്ട്. 200ഓളം ആളുകളാണ് KJU മെമ്പർമാരെങ്കിൽ ആ മെമ്പർമാരിൽ ഏറ്റവും ചുരുങ്ങിയത് 150 ആളെങ്കിലും നമ്മളെ കൂടെ ആ കൂട്ടായ്മയിൽ ഉണ്ട്. അന്ന് KJU മെമ്പർഷിപ്പ് ഇല്ലാതിരുന്ന എന്നാൽ അഴിവാരംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന അത്ര തന്നധികം ആളുകൾ വേറെയുമുണ്ട്. നമ്മൾ ദാഴി മീറ്റ് നടത്തിയപ്പോൾ ഏകദേശം 200 ആളുകൾ നമ്മുടെ ദാഴി മീറ്റിൽ പങ്കെടുത്തു. അതും പലരും അറിയാതെയാണ്. എന്നിട്ട് പോലും 200 ആളുകൾ നമ്മുടെ ദാഴി മീറ്റിൽ പങ്കെടുത്തെങ്കിൽ നമുക്ക് ആ രംഗത്ത് ഒരു നഷ്ടവും വന്നിട്ടില്ല എന്ന് തന്നെയാണ് അതോടെ മനസ്സിലാകുന്നത്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ കൂടുകയും KJU എന്ന എത്രപ്പോഴും സീലും തൽക്കാലം കുറച്ചാൾ കയ്യിൽ വെച്ചെങ്കിലും നമുക്ക് ആ സംവിധാനം ആവശ്യമുണ്ട്, പണ്ഡിത ധർമ്മം നിർവഹിക്കപ്പെടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു കൂട്ടായ്മയായി, ഒരു നേതൃത്വമായി നാം മുന്നോട്ട് പോകുന്നു. ഒരു 17 അംഗ ഭരണസമിതിയോടുകൂടി നാം അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായ ഏർപ്പാടുകളും നടപടികളും ചെയ്തുകൊണ്ടിരിക്കും. ബഹുമാന്യനായ ഹുസൈൻ സലഫിയും അബ്ദുൽ ഹഖ് സുല്ലമിയും അബ്ദുൽ ജബ്ബാർ മൗലവിയും PN അബ്ദുൽ ലത്തീഫ് മദനിയും അതേപോലെ സക്കരിയ സുലാഹിയും അബൂബക്കർ സലഫിയും ഹംസ മദീനയും ഷമീർ മദീനയും അതുപോലെ അബ്ദുൽ റഊഫ് നദവിയും സുഹൈൽ ചുങ്കത്തലയും ഹാരിസ് ബിൻ സലീമും അബ്ദുൽ മാലിക് സലഫിയും ഫദ്ലുൽ ഹഖ് ഉമരിയും മുബാറക് ബിൻ ഉമർ മദീനി തിരുക്കാടും അടക്കമുള്ള 17 അംഗ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അവരുടെ വൈജ്ഞാനികമായ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് അവരുടെ കൂട്ടായ ചർച്ചയിൽ അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് KJU എന്താണോ നിർവഹിച്ച ദൗത്യം, ആ ദൗത്യം മുടങ്ങാതെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദാഴിമാർ മാസാമാസം നമ്മുടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് ജാമിയ സലഫിയിലാണെങ്കിൽ ഇപ്പോൾ ജാമിയ സലഫിയ എന്ന സംവിധാനം തന്നെ ഏതാണ്ട് ഇല്ലാതായ മട്ടാണല്ലോ. അതുകൊണ്ട് ആ ദൗറ നമ്മുടെ ജാമ്യയിൽ മുടങ്ങാതെ നടക്കുന്നുണ്ട്. 2 മാസത്തിലൊരിക്കൽ എല്ലാ ദാഴിമാരെയും നമ്മൾ വിളിച്ചു വരുത്തുന്നു. 6 മാസത്തിലൊരിക്കൽ സമ്പൂർണ്ണ ദാഴി സംഗമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയാണ് തുടർന്ന് വരുന്ന ആ ദാഴി മീറ്റിന്റെ അടുത്ത ഒരു മീറ്റ്, 3ാമത്തെ മീറ്റ് ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം വരെയായി കോട്ടക്കൽ രണ്ടത്താണി വ്യാപാര ഭവനിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായി നമ്മുടെ ദൗത്യങ്ങൾ നമ്മൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായിരുന്നാലും വൈജ്ഞാനികമായ നേതൃത്വമുണ്ട്, പണ്ഡിത നേതൃത്വമുണ്ട്. അല്ലാതെ അപ്പുറത്തുള്ളവരെ പോലെ 2 പാസ്പോർട്ടും അതേപോലെ വ്യത്യസ്ത മുഖങ്ങളുമെല്ലാം ഉള്ള ആളുകളെ പിന്നിൽ നിൽക്കേണ്ട ഒരു ഗതികേടും നമുക്കുണ്ടായിട്ടില്ല. അന്ന് KJUവിൽ ആരാണോ മുമ്പിൽ നിന്ന് വൈജ്ഞാനിക വിഷയങ്ങൾ ചർച്ച ചെയ്തത് അവരെല്ലാം നമ്മുടെ കൂടെ ആ നേതൃത്വം നൽകാൻ ഇപ്പോഴുമുണ്ട് എന്നുള്ള സത്യമാണ്. അവർക്ക് പിന്നിൽ അണിനിരന്ന് പണ്ഡിതന്മാരുടെ കീഴിലായിക്കൊണ്ട് പണ്ഡിതന്മാരുടെ വൈജ്ഞാനികമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായ അടുക്കോടും ചിട്ടയോടും കൂടി തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. നമ്മൾ സംഘടന ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പോകുന്നില്ല. എന്തായിരുന്നാലും നമുക്ക് ആ KJUവും KNMും മതി. അത് തിരിച്ചു കിട്ടും, കിട്ടാതിരിക്കില്ല. അതിന് നമ്മൾ ചെയ്യേണ്ട പണി എല്ലാ മുജാഹിദുകളെയും കൃത്യമായി വിഷയം പഠിപ്പിക്കുക എന്നത് മാത്രമാണ്. എല്ലാവർക്കും വിഷയമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ അപ്പുറത്തെ ഒറ്റപ്പെടുന്ന സീലും കൊണ്ട് എടുത്ത് മാത്രം ഇരിക്കുമല്ലോ, അത് നമ്മൾ കയ്യിലേക്ക് വരും. അതുകൊണ്ട് നമ്മൾ ആ പ്രതീക്ഷയിലാണ്. എന്നാൽ KNMും KJUവും ISMും MSMും ചെയ്തു പോരുന്ന ആ ദൗത്യം കണ്ണി മുറിയാതെ തുറന്നുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ടാണല്ലോ അപ്പുറത്തെ MSMന്റെ ജനറൽ സെക്രട്ടറിയായി വാഴിച്ചിരുന്ന ആള് ഇന്ന് എവിടെ ആളെ കാണുന്നില്ല. ഇന്ന് നമ്മുടെ വേദികൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴെ ഇന്ന് MSMന്റെ നേതൃത്വത്തിൽ 3 ദിവസമായി കോഴിക്കോട് നടക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥി കോൺഫറൻസ്, ഇല്ലുമിന എന്ന പേരിലുള്ള മെഡിക്കൽ വിദ്യാർത്ഥി കോൺഫറൻസ്, അതിന്റെ വേദിയിൽ ഇന്ന് നമ്മൾ കണ്ടു ബരീർ അസ്ലമിനെ. കോൺഗ്രസുകാർ MSMന്റെ സംസ്ഥാന സെക്രട്ടറിയായി വാഴിച്ചിരുന്ന ബരീർ അസ്ലം അവിടുന്ന് രാജിവെക്കുകയും ഏതാനും മാസങ്ങൾ മൗനം പാലിക്കുകയും ചെയ്തെങ്കിലും ഇന്നലെ നമ്മുടെ വേദികളിൽ സ്റ്റേജിൽ അദ്ദേഹത്തെ കണ്ടു. അൽഹംദുലില്ലാഹ്. അപ്പൊ അത്രയേ ഉള്ളൂ. കാര്യങ്ങൾ ബോധ്യമായാൽ എല്ലാവരും മാറും. അവസാനം ഈ 3 സംഘവും നാസർ സുല്ലമി എന്ന മടവൂരിച്ചാരനും ആ 4 പേര് ബാക്കിയായി അവസാനം അതൊന്നുമല്ലാതായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മടവൂരികളൊക്കെ പട കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകാമെന്നാണ് അവരുടെ വിചാരമെങ്കിൽ ആ മടവൂരികൾ ഇങ്ങോട്ട് കയറി വന്ന് അവസാനം ഈ 4 സംഘത്തെ ഒന്നാകെ അടിച്ചോടിക്കുന്ന സാഹചര്യമായിരിക്കും വരിക എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടേക്കാണല്ലോ കാര്യങ്ങൾ പോണത്. നാസർ സുല്ലമിയുടെ അഭിപ്രായം
നാസസുലമിന്റെ ആശയമാണ് ഇപ്പോൾ വേദവാക്യമായി കൊണ്ടെടുക്കുന്നത്. അയാളപ്പം ദീൻ പഠിപ്പിക്കുന്നത്, അബ്ദുറഹ്മാൻ സലഫിക്ക് അടക്കം ദീൻ പഠിപ്പിക്കുന്നത് നാസസുല്ലമെ. എനിക്ക് ഓർമ്മയുണ്ട്, നാസസുല്ലമെ വേങ്ങരയിൽ ആദർശ വിശദീകരണ യോഗത്തിന് വന്നപ്പോൾ അയാളുടെ സദസ്സിലെ ശ്രോതാവായിട്ട് അബ്ദുറഹ്മാൻ സലഫി ഉണ്ടായിരുന്നു. നാസസുല്ലമെ പ്രസംഗിക്കുക, സദസ്സിൽ ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് അബ്ദുറഹ്മാൻ സലഫി കേട്ടുപഠിക്കുക, അതായിരുന്നു അവസ്ഥ. അയാളെ എല്ലാ മടമൂരിസവും അയാൾ ഇവിടെ കൊണ്ട് ഛർദ്ദിച്ച് ഇവിടുത്തെ മുജാഹിദുകളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ നോക്കി. പക്ഷെ മുജാഹിദീങ്ങൾ തിരിച്ചറിഞ്ഞു. പക്ഷേ ഇവരെ കുറച്ച് ആളുകൾ അതിന് പെട്ടു എന്ന് മാത്രം. അങ്ങനെ പറഞ്ഞു എവിടെത്തി അവസാനം അള്ളാഹുല്ലാത്ത ദുആ കേൾക്കുമെന്ന് നാസസുലമി പറഞ്ഞപ്പോ കായക്കൊടുക്ക് താങ്ങി കൊടുക്കേണ്ടി വന്നു. അതല്ലേ പുളിക്കൽ മുഖാമുഖത്തിൽ നമ്മൾ കണ്ടത്. ആ പുളിക്കൽ മുഖാമുഖത്തിന് CD എഡിറ്റ് ചെയ്യാതെ ഇറക്കാൻ ധൈര്യമുണ്ടോ എന്ന് നമ്മൾ ആവർത്തിച്ച് അന്ന് വെല്ലുവിളിച്ചിട്ട് ആ CD ഇന്ന് വരെയും ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തേ ധൈര്യമില്ലാത്തത്? നാസസുലമിയാണ് പറഞ്ഞു അല്ലാത്ത ദുആ കേൾക്കും. അയാൾക്ക് ദുആ എന്താന്നും അറിയില്ല, കേൾക്കൽ എന്താന്നും അറിയില്ല, അല്ല എന്താന്നും അറിയില്ല. അതുകൊണ്ട് അയാൾ പറഞ്ഞു അല്ലാഹുല്ലാത്ത ദുആ കേൾക്കും. കായക്കുടിക്ക് താങ്ങല നിവൃത്തില്ല. കായക്കുടി അവസാനം ഏറ്റു പറഞ്ഞു, അതെ കേൾക്കുന്ന മുപ്പിന് പറഞ്ഞത്, അതുകൊണ്ട് അങ്ങനെ തന്നെ എന്ന് അനീഫ് കായക്കുടിക്ക് പറയേണ്ടി വന്നു. മാത്രമല്ല, ഇപ്പോ 2 ദിവസം മുമ്പ് പരപ്പനങ്ങാടിയിൽ അനീഫ് കായക്കുടിയുടെ പ്രഭാഷണം സംഘടിപ്പിച്ചപ്പോൾ അതിന്റെ ഒരു നോട്ടീസ് അതിന്റെ ഭാഗമായി വിതരണം ചെയ്തു. ആ നോട്ടീസിൽ പറഞ്ഞെന്താ, ജിന്നൂരുകളിലാ ഇപ്പോൾ പുതിയ വാദം അവതരിപ്പിച്ചിരിക്കുന്നു. എന്താ പുതിയ വാദം? അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന പുതിയ വാദം ഇതാ ഇവർ അവതരിപ്പിച്ചിരിക്കുന്നു എന്നാ. അപ്പോൾ അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥന കേൾക്കൂല എന്നത് പുത്തൻ വാദമായിട്ടാണ് ആ നോട്ടീസിൽ തന്നെ പരിചയപ്പെടുത്തിയത്. KNM തിരുവങ്ങാടി മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ് ആ നോട്ടീസ് ഇറങ്ങിയത്. അപ്പൊ അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥന കേൾക്കൂല എന്നുള്ളത് പുത്തൻ വാദമായിട്ട് പോലും പരിചയപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തി. എന്തേ കാരണം? ഒന്നുമല്ല, നാസസുല്ലമിൽ നിന്നാണല്ലോ ഇപ്പൊ ദീൻ പഠിക്കുന്നത്. ഏതായിരുന്നാലും ആ മൂവർ സംഘവും ഈ നാസസുല്ലമി എന്ന മടവൂരിച്ചാരനും ഇവർ 4 ആളും കൂടെ ഒറ്റപ്പെട്ടു പോകുന്ന, ബാക്കി റബ്ബിനെ പേടിക്കുന്ന പരലോക ബോധമുള്ള മുജാഹിദുകൾ ഓരോന്നോരോന്നായി ഓരോ ദിവസവും തൗഹീദ് മനസ്സിലാക്കി ഈ കൂട്ടായ്മയിൽ തന്നെ അണിനിരക്കാൻ തയ്യാറാകുന്നു എന്നത് നമുക്ക് ആശാവഹമാണ്. ഞങ്ങളുടെ ജില്ലയിൽ, മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ അവര് അഡ്വോ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ISMന്റെ ജില്ലാ വൈസ് പ്രസിഡന്റായി നിശ്ചയിച്ച ഒരു സുഹൃത്ത് നസീർ എന്ന പേര്, ഇന്ന് അദ്ദേഹം സജീവമായി നമ്മുടെ വേദികളിലുണ്ട്. എന്തേ കാര്യം? ഒരു മാസം മുമ്പ് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വഴന്നുമില്ല, പ്രോഗ്രാമില്ല, ഒന്നുമില്ല, എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല, അവിടെ എനിക്കിപ്പോ സംഗതി മനസ്സിലായി, ഞാനിത് അങ്ങോട്ട് മാറുകയാണ്. ഞാൻ മാറിക്കോ, ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടെ മെമ്പർഷിപ്പ് തരാനുമില്ല, ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല, അന്വേഷണം പോലെ ചെയ്തോ. ഇപ്പൊ സജീവമായി നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും അദ്ദേഹം സംഘാടകന്റെ റോളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരും കാര്യങ്ങൾ മനസ്സിലാക്കി കോക്കസുകാരുടെ ഫിത്നയും കുത്തിത്തിരിപ്പും തനിനിറവും തിരിച്ചറിഞ്ഞ് അവരൊക്കെ തൗഹീദിന്റെ വഴിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും മാറുമ്പോൾ തീർച്ചയായും ലെറ്റർപ്പേടും സീലുമായിട്ട് മാത്രം അവിടെ നിൽക്കൂല, അതും തിരിച്ചു കിട്ടും. അതുകൊണ്ട് സംഘടന ഉണ്ടാക്കാൻ നമ്മൾ ഏതായാലും പോകുന്നില്ല, വേറെ കൂട്ടായ്മ രൂപീകരിക്കാനും പോകുന്നില്ല. പക്ഷെ ദഅവത്ത് അത് ശക്തമായി നടക്കണം. അത് ദഅവ കൂട്ടായ്മ വേണം, ആ ദഅവ മുന്നേറ്റം വേണം. അത് അൽഹംദുലില്ലാഹ് ഒരു കൊല്ലമായി ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. പണ്ടിന്റെ നേതൃത്വം വേണം. കാരണം വൈജ്ഞാനിക വിഷയങ്ങൾ കൂടി നിന്ന് ചർച്ച ചെയ്യുക തന്നെ വേണം. ആരും തികഞ്ഞവരില്ല, എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും പഠിക്കാനുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അതിന് പണ്ഡിതന്മാരുടെ നേതൃത്വം വേണം. നല്ല വൈജ്ഞാനികമായ നല്ല കഴമ്പുള്ള ഉന്നതരായ നല്ല പണ്ഡിതന്മാരുടെ നേതൃത്വം നമുക്കുണ്ട്. KJUവിൽ അന്ന് ആരാണോ എളിമയായ വിഷയങ്ങൾ ചർച്ച ചെയ്തത് അവരെല്ലാവരും 100% നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. അന്നും ചില ദുൽമും ചില ഫിത്നയുമായി നടന്നോ മാത്രമേ അപ്പുറത്തപ്പെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. അവരുടെ ആ നേതൃത്വത്തിന് കീഴിൽ ഒറ്റക്കെട്ടായി അണിനിരുന്നുകൊണ്ട് വൈജ്ഞാനിക വിഷയങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ടോ അതെല്ലാം നമ്മൾ പഠിച്ചു തന്നെയാണ് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകുന്നത്. മുൻധാരണകൾ നമ്മളൊന്നും വെക്കുന്നില്ല. ഏത് വിഷയമായിക്കോട്ടെ, ഏത് വിഷയങ്ങൾ 100 കൊല്ലം നാം മുന്നോട്ട് വെച്ച വിഷയങ്ങൾ ഏതെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ പ്രമാണാടിസ്ഥാനത്തിൽ അത് ഇൻഷാ അല്ലാഹ് തിരുത്താൻ തന്നെ നമ്മൾ തയ്യാറാകും. ഓരോ വിഷയവും കൃത്യമായി രേഖപ്പെടുത്തി വെച്ച് അതെല്ലാം പ്രമാണാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് പണ്ഡിതന്മാരുമായി കൂടിയാലോചിച്ച് എന്താണോ പ്രമാണം ആ വിഷയത്തിൽ പറഞ്ഞത് അത് കൃത്യമായി നമ്മൾ ഉൾക്കൊണ്ട് ആ റൂട്ടിലൂടെ പോകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. അത് വിതരണ ഖുദൂത്താണെങ്കിലും അതേപോലെ ഫോട്ടോ എടുക്കുന്ന വിഷയമാണെങ്കിലും തുടങ്ങി ഏത് വിഷയമായിക്കോട്ടെ നമ്മുടെ പണ്ഡിതന്മാരെ മുൻധാരകളില്ലാതെ നാം ആ കാര്യം ഏൽപ്പിക്കുകയും അവരാ വിഷയമായി വന്ന പ്രമാണങ്ങൾ വെച്ച് പഠിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇതാണ് ഇസ്ലാമിന്റെ ഈ വിഷയത്തിലുള്ള വിധി എന്ന് നമ്മുടെ പണ്ഡിത നേതൃത്വം പറയുമ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ തന്നെ പൂർണ്ണമായ സലഫിയത്തിലൂടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് നാം തീരുമാനിച്ചിട്ടുള്ളത്. ജാമിഅ അൽ ഹിന്ദ് ആ ഒരു കൂട്ടായ്മക്കും ആ ചർച്ചകൾക്കുമുള്ള ഒരു വൈജ്ഞാനിക കേന്ദ്രമായി അൽഹംദുലില്ലാഹ് ഇത് നിലനിൽക്കുന്നു. നമ്മുടെ ജാമിഅ അൽ ഹിന്ദ് ആണെങ്കിലും നമ്മുടെ MSM ആണെങ്കിലും നമ്മുടെ ISM ആണെങ്കിലും നമ്മുടെ മറ്റു ദഅവ കൂട്ടായ്മയാണെങ്കിലും അതെല്ലാം
ഈ പണ്ട് നേതൃത്വത്തിന്റെ കീഴിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ സ്റ്റെപ്പിലും ഈ നേതാക്കന്മാരുമായി കൂടിയിരുന്നത് ചർച്ച ചെയ്ത് അവർ പ്രത്യേകം യോഗം ചേർന്ന് ആ യോഗങ്ങൾ നമ്മുടെ വിഷയങ്ങൾ വെച്ച് അവർക്ക് രേഖാമൂലം സമർപ്പിച്ച് അവരത് ചർച്ചയും പഠനവും നടത്തി അതിനെ തീരുമാനമറിയിച്ച് ആ തീരുമാനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇതുവരെയുള്ള നമ്മുടെ നീക്കങ്ങളെല്ലാം നടന്നത്. ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ അത് കൂടുതൽ സജീവമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് യാതൊരു ആശങ്കയും ഈ വിഷയത്തിൽ ഇല്ല, ഉണ്ടാവേണ്ടതില്ല. കോക്കസുകാർ ഇനിയും പല തന്ത്രങ്ങളുമായി രംഗത്ത് വരും. ഒരു പക്ഷെ പല ഔഷാദായസനി ഇപ്പൊ സൈഡായിട്ടുണ്ട്. ഇനി അയാളും ഒരു പക്ഷെ അവരെ കൂട്ടിപ്പിടിച്ചുകൂടാകുന്നില്ല, അതും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ അയാൾ ഏപ്പിയില്ല ഈക്കിയതില്ല എവിടില്ലാതെ ഏതാണ്ട് കുടുങ്ങിക്കിടക്കുകയാണ്. ആ നൗഷാദായസനെയും ഒരു പക്ഷേ ഈ അനീഫയും അനസും കൂട്ടിപ്പിടിച്ചുകൊണ്ട് വന്നുകൂടായില്ല. കാരണം അനസ് പഴയ മർക്കസ് സന്തതിയാണല്ലോ, ഒരു പഴയ ബന്ധം ഏതായിരുന്നാലും ഉണ്ടാവും. അതുകൊണ്ട് ഒരു പക്ഷെ ആ ചങ്ങാതിലും കൂട്ടിപ്പിടിച്ച് വന്നിട്ടെങ്കിലും തൽക്കാലം നമ്മളെ ഈ ഒരു ദൈവത്ത് മുടക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൂടുകയെന്നില്ല. അവർ എന്ത് കുതന്ത്രവും പ്രയോഗിക്കട്ടെ, പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് റഹ്മാനായ റബ്ബുണ്ട്. ആ റബ്ബിലേക്ക് നമ്മളെല്ലാം തവക്കുലാക്കുന്നു, ആ റബ്ബിന്റെ പേരിൽ നമ്മളെല്ലാം ക്ഷമിക്കുന്നു. എന്ത് ആരോപണം ആരുന്നയിച്ചാലും ആര് എന്തൊക്കെ നമ്മെ കുറിച്ച് പറഞ്ഞാലും നമുക്കതൊരു പ്രയാസമേ അല്ല. റഹ്മാനായ റബ്ബിന് വേണ്ടി അവരുടെ ദീനിന് വേണ്ടി നമ്മളതൊക്കെ കേൾക്കാൻ സന്നദ്ധരാണ്, സഹിക്കാൻ സന്നദ്ധരാണ്, ക്ഷമിക്കാൻ ാണ്. റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സംവാദ വ്യവസ്ഥ നമ്മൾ അവലോകനം ചെയ്യുന്നില്ല. കാരണം നമ്മളുമായി ഒരു ബന്ധവുമുള്ള ഒരു സംവാദ വ്യവസ്ഥയോ അല്ല എന്നുകൊണ്ട് തന്നെ നമുക്കത് പ്രത്യേകിച്ച് ഇടപെടേണ്ട കാര്യവുമില്ല. അവർ തമ്മിൽ സംവാദം നടക്കുകയോ നടക്കാതിരിക്കുകയോ രണ്ടു കൂട്ടരും ഒന്നാവുകയോ ഇനി ഖുറാഫികളും ഒലപ്പം കൂടുകയോ ഒക്കെ ചെയ്താലും ഈ കോക്കസുകാരുടെയും ഖുറാഫികളുടെയും ഇടയ്ക്കുള്ളൊരു പാലമായി വേണമെങ്കിൽ ലബ്ബക്ക് നിലകൊള്ളാം എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ലബ്ബയാകുന്ന പാലത്തിലൂടെ വേണമെങ്കിൽ ഖുറാഫികളുടെ കൂടെ ഇവർ കൂടാൻ കഴിയും. കാരണം എന്താ, അഭൗതികമായി സഹായിക്കാൻ ജിന്നിനും മലക്കിനും കഴിയുന്നവർ പറഞ്ഞു, ജിന്നിനും മലക്കിനും മഹാന്മാർക്കും കഴിയുന്ന ഖുറാഫികളും പറഞ്ഞു. ഇടയ്ക്കൊരു മധ്യസ്ഥന്റെ റോളിൽ ലബ്ബ നിൽക്കും ചെയ്താൽ കാര്യം വെളുപ്പായി. അള്ളാഹുല്ലാത്തവർ കേൾക്കും, അമ്പിയാക്കളും ഔലിയാക്കളും മഹാന്മാരും ജിന്നുകളും കേൾക്കുന്ന ഖുറാഫികൾ പറഞ്ഞു. അല്ല, മഹാന്മാര് കേൾക്കൂല, ജിന്നുകളും മലക്കളും കേൾക്കുമെന്ന് കോക്കസുകാരും പറഞ്ഞു. ഞാൻ മഹാന്മാരുടെ വിഷയത്തിൽ മാത്രമേ തർക്കമുള്ളൂ. അതിന് ഇടയ്ക്ക് ഒരു ഇടക്കണ്ണിയായി ഒരു മധ്യവർത്തിയായി ലബ്ബ നിന്നൊടുക്കുകയാണെങ്കിൽ അത് സൗകര്യമായി മാറും. എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഒന്നായിട്ട് ആ ഖുറാഫി പാളയത്തിലേക്ക് കണ്ട് പോകാനും കഴിയും. അങ്ങനെ പോവുകയാണെങ്കിൽ കൈവശമുള്ള ലെറ്റർപ്രഡും സിനിമയുടെ ഏൽപ്പിച്ചിട്ട് പോകണം എന്നുകൂടി ഒരു പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മെ സംബന്ധിച്ച് നമ്മുടെ ദഅ്വാ രംഗത്ത് മറ്റൊന്നും നോക്കാതെ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊള്ളുക, മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല. നമുക്ക് എല്ലാ ദിവസവും പ്രോഗ്രാമുകളാണ്. ഇന്നലെയും അൽഹംദുലില്ലാഹ് ഒതുക്കങ്ങളിൽ മുടിയുമായി ബന്ധപ്പെട്ട നല്ല ഒരു മുഖാമുഖം നടന്നു. പലരും ശ്രദ്ധിച്ചതാണ്. എ.പി. സുന്നികൾ കൂട്ടമായി വന്നു ചോദിക്കാൻ വേണ്ടി. അവർ ചോദിച്ചു, ചോദ്യം അവസാനിച്ച് അവർക്ക് തിരിഞ്ഞു പോകേണ്ടുന്ന സാഹചര്യമാണല്ലോ ഉണ്ടായത്. ഇന്ന് വേങ്ങരയിൽ ബഹുമാനായ സി.പി. സലീമിന്റെ പ്രഭാഷണമുണ്ട്. നാളെ തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഒരു മുഖാമുഖമുണ്ട്. ആറ്റിങ്ങൽ മുഖാമുഖത്തിന് പ്രത്യേകിച്ചും ഒരു പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, 2 കൊല്ലം മുമ്പ് അനസ്മുസ്യാരും ഞാനും ചെന്നിട്ടാണ് ആറ്റിങ്ങൽ ടൗൺ ഹാളിൽ മുഖാമുഖം നടത്തിയത്. അന്ന് ഒന്നാമത്തെ ചോദ്യം ഒരു സഖാഫിയുടേത് യാഴിബാദയായിരുന്നു. അന്ന് അനസ് പറഞ്ഞ മറുപടി എന്തോ, ആ മറുപടി ഇൻഷാ അല്ലാഹ് നാളെ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ അതേ സഖാഫി അതേ ചോദ്യവുമായി വന്നാൽ ഇൻഷാ അല്ലാഹ് അന്ന് പറഞ്ഞ അതേ മറുപടി എനിക്ക് പറയാനും. എന്നാൽ അനസ് മുസ്ലിയാർക്ക് ഇനി രണ്ടാമതൊരു മുഖാമുഖം അതേ ആറ്റിങ്ങൽ ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുകയാണെങ്കിൽ അന്നത്തെ മുസ്ലിയാർ ആ ചോദ്യവുമായി വന്നാൽ അന്ന് പറഞ്ഞ മറുപടി അനസിന് പറയാൻ കഴിയോ എന്നുള്ളത് നമുക്കൊക്കെ സംശയമില്ല, പറയാൻ കഴിയാന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ദഅ്വാ രംഗത്ത് ഒരു ക്ഷീണവും നമുക്ക് ഉണ്ടായിക്കൂടാ. അതിശക്തമായ ശൈലിയിൽ തന്നെ നമ്മൾ മുന്നേറുക. ഈ എ.പി. ഖുറാഫികളുടെ ഈ കേശവാണിഭവും അതേപോലെ കോക്കസുകാരുടെ ഈ മതവാണിഭവും എല്ലാം തിരിച്ചറിഞ്ഞ് ആ രംഗത്ത് നമ്മുടെ ദൗത്യം നിർവഹിച്ച് നമ്മുടെ പണ്ഡിതന്മാരുടെ നേതൃത്വം അംഗീകരിച്ച് അവർക്ക് കീഴിൽ ഒറ്റക്കെട്ടായി നിന്ന് ഒരേ മനസ്സോടെ ഇൻഷാ അല്ലാഹ് അതിശക്തമായി ദഅ്വാ രംഗത്തൊരു കൊടുങ്കാറ്റായി നമുക്ക് മുന്നേറണം. അള്ളാഹുവിന്റെ ദീന് പരമാവധി പ്രചരിപ്പിക്കുക എന്നല്ലാത്ത മറ്റു താല്പര്യങ്ങളൊന്നും നമുക്കില്ല. ആ കൂട്ടായ്മയിൽ ചേരാൻ കഴിയാതെ പുതിയ പുതിയ വാദങ്ങളുമായി ആര് വന്നാലും അവർക്ക് അവിടെ വാദവുമായി പോകാമെന്നല്ലാതെ അതൊന്നും നമ്മുടെ ദഅ്വത്താകുന്ന കണ്ണിയെ ഒരിക്കലും ബാധിക്കുന്ന പ്രശ്നമല്ല. ആ ദഅ്വത്ത് കണ്ണി മുറിയാതെ തുടരുക തന്നെ ചെയ്യും. അത് സംശയം ഞാൻ മാറിന്നാലും ഹുസൈൻ സലഫി മാറിന്നാലും സഖിയ സ്വലാഹി മാറിന്നാലും ആര് ഈ കൂട്ടായ്മയിൽ നിന്ന് വേറിട്ട് പോയാലും ദഅ്വത്താകുന്ന ആ സംരംഭം അത് കണ്ണി മുറിയാതെ അത് ഇടമുറിയാതെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പക്ഷെ അതിൽ ഒരു കണ്ണികളാവാൻ നമ്മളൊക്കെ ശ്രമിക്കുക എങ്കിൽ നമുക്കാണ് ലാഭം. നമ്മൾ മുറിഞ്ഞു പോയാൽ നമുക്ക് നഷ്ടമെന്നല്ലാതെ അള്ളാഹുവിന്റെ ദീനിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനില്ല. അതുകൊണ്ട് ആ ചങ്ങലയിൽ ഒരു കണ്ണികളായി ചേരാൻ നമ്മൾ ശ്രമിക്കുക. ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോട് അവസാനിപ്പിക്കുന്നു. ഈ സംസാരം അവസാനിച്ച ഉടനെ
ഇതിൽ അഡ്മിന്മാരോടുള്ള ഒരു അപേക്ഷ, ഈ നമ്മൾ കൊപ്രക്കളത്തും അതേപോലെ അതിനേക്കാൾ വ്യക്തമായി ചെമ്മാട് കരിപറമ്പിൽ നമ്മൾ നടത്തിയ വിശദീകരണമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ആ പ്രോഗ്രാം നടന്നത്. അത് ലിങ്ക് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ആ ലിങ്ക് ഒന്ന് പ്ലേ ചെയ്യണം എന്നുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഈ വ്യവസ്ഥ കഴിഞ്ഞപ്പോഴല്ലേ നിങ്ങൾ തള്ളിയത് എന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പറഞ്ഞു. അല്ല, അതിന് മുമ്പേ തന്നെ നമ്മുടെ നിലപാട് നാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി കൊപ്പക്കാലത്ത് പറഞ്ഞു. ഒന്നുകൂടെ വ്യക്തമായി കരിപറമ്പിലാണ് പറഞ്ഞത്. ആ കരിപറമ്പിലെ സംസാരത്തിന്റെ ഭാഗം ഇതിന് ശേഷം ചെയ്യിക്കണം. അതേപോലെ മുഹമ്മദ് ഹുസൈൻ സലഫിയും PN-ഉം സക്കരിയ സുലാഹിയും എല്ലാം നമ്മുടെ ലൈനിൽ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ വല്ലതും പറയാനുണ്ടെങ്കിൽ അവർക്ക് മൈക്കെടുക്കാനുള്ള സൗകര്യം കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഏതായിരുന്നാലും നമുക്ക് ഇന്നത്തെ ഈ സംവാദ വ്യവസ്ഥയും ദഅ്വാ രംഗത്ത് നമുക്ക് ഊർജ്ജമാണ് നൽകേണ്ടത്. കോൺഗ്രസ്സുകാരുടെ ഒരുപാട് കുതന്ത്രങ്ങളിൽ ഒരു പുതിയ കുതന്ത്രമായി നാം ഇതിനെയും കാണുക, അത് നാം തിരിച്ചറിയുക, അതിൽ പെട്ടുപോകാതിരിക്കുക. ആരെയൊക്കെ കൂട്ടിപ്പിടിച്ച് ഇനി അവസാനം കാന്തപുരത്തിനെ കൂട്ടിപ്പിടിച്ചാലും ശരി, നമുക്കത് പ്രശ്നമല്ല. നമ്മൾ നമ്മുടെ ദഅ്വത്തുമായി മുന്നേറും. കോൺഗ്രസ്സുകാർ അവിടെ ഫിത്നയുമായി മുന്നേറട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.